ഇന്ന് സൺഡേ ആണേ. നമ്മളെ സലൂണിലാണെന്നുള്ളത്. രാവിലെ തന്നെയാണേ, തിരക്കൊന്നുമില്ലേ. അപ്പോൾ ശ്രുതിക്കൊരു പൂതി മുടിയൊക്കെ ഒന്ന് വാഷ് ചെയ്യണമെന്ന്. അപ്പം മക്കൾക്കൊരു പൂതി മമ്മീൻ്റെ മുടി ഒന്ന് വാഷ് ചെയ്യണമെന്ന്. അങ്ങനെ തുടങ്ങിയ പരിപാടിയാണ് ജോറായിട്ട് നടക്കുന്നുണ്ട്. ഇവരെ പരിപാടിയായിട്ട് നടക്കുമ്പോൾ ഞാനത് ചെയ്യുന്നറിയാവുക, നിന്ന് ബോറടിച്ചപ്പോൾ നമ്മളിവിടെ ഫുഡ് മസാജ് ഉണ്ട്. അതിൻ്റെ മുകളിൽ കയറി അടങ്ങിയിരുന്ന് നല്ല സുഖം, കാലിന് നല്ല മസാജ്. പിന്നെ നമ്മളെ ഷോപ്പിൽ ഒരാളുണ്ട്, ഫുൾ ടൈം പണിയെടുക്കുന്ന ഒരാൾ. നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടില്ല. ഇതാണ് നമ്മളെ ജിം റൂട്ടൻ. ഫുൾ ടൈം പണിയാൻ കേട്ടാ. ആടെയുള്ള ചെറിയ മുടിയും രോമവും എല്ലാം തിന്നലാണ് ജിം റൂട്ടൻ്റെ പരിപാടി കേട്ടാ. നമ്മളെ സലൂണുണ്ടല്ലോ, ജിം റൂട്ടനുള്ളതുണ്ടല്ലോ, എപ്പോൾ ഫുൾ നീറ്റാണ്. പിന്നെ ജിം റൂട്ടൻ എല്ലാവർക്കും പേടിയായിട്ടാ. കാരണം ഇത് അനങ്ങാട് നിൽക്കുമ്പോൾ അത് കാലെടുക്കുമ്പോൾ ഇങ്ങനെ മാന്തുക, പേടിച്ച് തുള്ളു ചെയ്യുക നമ്മളെ സ്റ്റാഫല്ലോ. ഹായ് അച്ചു. ഹായ് ജാൻവി. എന്താ രണ്ടാളെയും പരിപാടി? എന്താ സ്കൂളിൽ പോകേണ്ടി ഇരുന്നത് കളിക്കുന്നത്? ഇന്നത്തെ ലീവ് സൺഡേ ആയിട്ട് ലീവ് ഇങ്ങോട്ടേക്ക് വന്നേ. ഇവിടെ വന്നിട്ട് എന്താ പരിപാടി? കളിക്കലാ? ശരി, നമുക്ക് ഈ സലൂണിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാ അച്ചു? ഇവിടെയാ? പിന്നെ ഏതാ ഇഷ്ടമുള്ള സ്ഥലം? അപ്പറാ? ശരി, കളിക്കാനാ വന്ന ഇങ്ങോട്ടേക്ക്? എന്നാ പോയി കളിച്ചോ. മക്കളില്ല, കളി തുടങ്ങി കേട്ടാ. സാധാരണ സൺഡേ ആയി കഴിഞ്ഞാൽ മക്കളെവിടെയെങ്കിലും കറങ്ങാൻ പോവാ, പാർക്കിൽ പോകാമെന്നല്ലാന്ന് പറയേ. ഇപ്പോൾ ഒന്നുമില്ല കേട്ടാ. സൺഡേ ആയി കഴിഞ്ഞാൽ നേരെ നമ്മളെ സലൂണിലേക്കാണ്. ഇവിടെ നിന്നാണ് നമ്മളെ കളി കംപ്ലീറ്റ്. പിന്നെ മക്കളിടെയുള്ള ആടെയാണെന്നല്ല എനിക്കും താല്പര്യം. അപ്പം ഞാനും സൺഡേ ആകുമ്പോൾ സലൂണിൽ വന്നിട്ട് ഇവരപ്പം ഇങ്ങനെ കളിച്ച് നേരം കൂടുതലാണ് നമ്മളെ പരിപാടി കേട്ടാ. നമ്മളെ സലൂണിൽ ഈ സെറ്റപ്പിലാക്കിയിട്ടുണ്ടല്ലോ, ഇപ്പം ചിലവ് കുറച്ച് കുറഞ്ഞ്, വേറൊന്നല്ല. ഇല്ലേ മക്കൾ ഒരു മാളിൽ പോവാ, അവിടെ പോയിട്ട് കളിക്കുക, അല്ലെ പാർക്കിൽ പോകുന്നല്ല പറയാം. ഇപ്പോൾ ഒന്നുമില്ല, നേരെ സലൂണിലേക്ക്. ഇവിടെ നിന്നുള്ള കളി തന്നെ കേട്ടാ. കളി ശ്രുതിക്ക് എന്തായാലും നല്ല സുഖം കേട്ടാ. അവളെ വർക്കും നടക്കും. പിന്നെ മക്കളെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാനുണ്ടല്ലോ മക്കളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഇവർ കളിക്കുമ്പോൾ ഇവരിപ്പുറം കയറി കളിക്കുക, ഇതൊക്കെയാണ് എൻ്റെ പണി കേട്ടാ. രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആവുന്നത് അറിയില്ല കേട്ടാ. ഇങ്ങനെ മക്കളെപ്പുറം ചിരിയും കളിയെല്ലാം ആയിട്ട് അങ്ങനെ അങ്ങ് പോകും. എൻ്റെ തലയിലുണ്ടല്ലോ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ബിസിനസ്, എൻ്റെ വീട്, എൻ്റെ കുടുംബം, ഇവരെപ്പോഴുള്ള സന്തോഷ നിമിഷങ്ങൾ, ഇത് മാത്രമാണ് എൻ്റെ ജീവിതം. വേറെ ഒന്നും ചിന്തിക്കലുമില്ല, ചിന്തിക്കാൻ വേണ്ടി സമയമില്ല. ഇതിൽ തന്നെ ജീവിതത്തിൽ നല്ലൊരു സുഖമുണ്ട്, സന്തോഷമുണ്ട്. എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല കേട്ടാ. മക്കളെപ്പുറം ഇതുപോലെ ഇങ്ങനെ കളിച്ച് തിരിച്ച് പോകണമെന്നല്ലാണ്ട് അതിലും വലുതായിട്ട് ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.